കോഴ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എങ്ങനെയാണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അതിലെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുക, അതുകൊണ്ട് എന്താണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക, ഇതിനെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നോക്കാം നമുക്ക് എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആ വേർഡ് തന്നെ ഉണ്ട്, എന്താണ് നോൺ പ്രോഫിറ്റ് എന്ന്. ദാറ്റ് ഈസ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ല, അവിടുത്തെ മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി രൂപീകരിച്ച ഒരു സ്ഥാപനമാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ അവരുടെ മെയിൻ മോട്ടോ, മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് റെൻഡറിംഗ് സർവീസസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് പറയാം, ഇത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്. നമ്മൾ സാധാരണ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. പക്ഷേ ഇവിടെ നമുക്ക് ഒരിക്കലും നമുക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ഓർ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ അതിന് പകരം, ദാറ്റ് ഈസ് ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന് പകരം ഇവിടെ നമ്മൾ പുതിയൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരും. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടുത്തെ ഫൈനൽ അക്കൗണ്ട്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഫൈനൽ അക്കൗണ്ട്സുകൾ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വേണം നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നമുക്ക് അവിടെ ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് അറിയാം, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആണ്. നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഈ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പുതിയൊരു അക്കൗണ്ട് നമുക്ക് പറയാം. അതിനാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഫൈനൽ അക്കൗണ്ട്സുകൾ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ എന്താണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ചോദിച്ചാൽ ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. ഒരു ക്യാഷ് ബുക്കിന്റെ സമ്മറിയാണ് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ജസ്റ്റ് ലൈക്ക് എ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളവിടെ ട്രയൽ ബാലൻസ് കൊണ്ടാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ, ട്രയൽ ബാലൻസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളവിടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ. ദാറ്റ്സ് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ട്രയൽ ബാലൻസിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്കിൽ നമ്മൾ ഇവിടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പറയുന്നത് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞു തരാം, അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഫൈനൽ അക്കൗണ്ട്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമുക്ക് ഇത് മൂന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ നമുക്ക് എക്സാക്ട് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതൊക്കെ സ്ഥാപനങ്ങളാണ് നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ലിസ്റ്റിൽ കൊണ്ടുവരാൻ പറ്റുക? നമുക്ക് ഇവിടെ നമ്മൾ ചുറ്റുപാട് കാണുന്ന സ്കൂളുകൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആണ്. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ്, ദെൻ നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോർട്സ് ക്ലബ്ബുകൾ, ഇതൊക്കെ നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്താണ് റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഇറ്റ്സ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. നമ്മുടെ ആ സ്ഥാപനത്തിലെ ദാറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ വരുന്ന വരവ് ചെലവ് കണക്കുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ടാണ് നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇതിൽ നമുക്ക് ഒരു റിസീപ്റ്റ് സൈഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു പേയ്മെന്റ് സൈഡ് ഉണ്ടാവും. ഈ റിസീപ്റ്റ് സൈഡിൽ ഓൾ റിസീപ്റ്റ്സ് ഇൻക്ലൂഡിംഗ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റിസീപ്റ്റ്സ്, എല്ലാ റിസീപ്റ്റുകളും നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യും. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പേയ്മെന്റ് സൈഡിൽ ക്യാപിറ്റൽ പേയ്മെന്റ് ആൻഡ് റവന്യൂ പേയ്മെന്റ്, അവിടെ നമ്മൾ പേയ്മെന്റ് സൈഡിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഈ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ വർഷവും നമുക്ക് ഇതിന്റെ ബാലൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഓരോ വർഷവും നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് തന്നെ സ്റ്റാർട്ടിംഗ് വിത്ത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക് ആയിരിക്കും. ഈ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ബാങ്കിന്റെ ബാലൻസ് വന്നതിന് ശേഷമാണ് നെക്സ്റ്റ് ഒക്കർ ചെയ്യുന്നതനുസരിച്ച് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച് ദെൻ അതിന്റെ എൻഡിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അക്കൗണ്ടിന്റെ ബാലൻസും കിട്ടും. ദാറ്റ് ഈസ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക് ആയിരിക്കും. ഈ ഒരു സാധനവും ഇതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഫൈനൽ അക്കൗണ്ട് ആയ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ്, ഫൈനൽ അക്കൗണ്ട്സ് ആയ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെയാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ പറയുമെങ്കിലും ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ എക്സ്പെൻസുകളും ഇൻകവും റവന്യൂ നേച്ചർ ആയിരിക്കും. റവന്യൂ നേച്ചറായ എക്സ്പെൻസും ഇൻകവും എടുത്തുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാവും. ഒന്നുകിൽ നമുക്ക് സർപ്ലസ് ആവാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആവാം. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചം, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ കമ്മി എന്നാണ് നമ്മൾ മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഈ ഡെഫിസിറ്റ് സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നതിന് തുല്യമായ വേർഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഏതാണോ കൂടുതൽ, ദാറ്റ് ഈസ് ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ അവിടെ സർപ്ലസും, അതുപോലെ തന്നെ എക്സ്പെൻസ് കൂടുതലും ഇൻകം കുറവാണെങ്കിൽ അവിടെ ഡെഫിസിറ്റ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. That is, excess of income over expenditure is known as surplus and excess of expenditure over income is known as deficit എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. Then അതുപോലെ തന്നെ നോർമലി നമ്മൾ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവിടെ ഒരു ഐറ്റങ്ങൾ നമ്മൾ എടുക്കുന്നില്ല, ഓൾറെഡി അസറ്റും ലയബിലിറ്റിയും തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നമുക്ക് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് അവിടുത്തെ ആ ബിസിനസ് സ്ഥാപനത്തിലെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റി. ദാറ്റ് ഈസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ നമുക്ക് ഓൾറെഡി ക്യാപിറ്റൽ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് അവിടുത്തെ മെമ്പേഴ്സ് തരുന്ന എമൗണ്ടുകൾ, ഒരു പൂൾ ചെയ്തെടുക്കുന്ന എമൗണ്ടുകളെല്ലാം കൂട്ടി നമ്മൾ അറിയപ്പെടുന്ന ഒരു ടെക്നിക്കൽ വേർഡാണ് അറിയപ്പെടുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ ഓപ്പണിംഗിൽ നമ്മൾ ദാറ്റ് ഈസ് ബിസിനസ് ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് എത്ര ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അവിടെ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഓപ്പണിംഗ് ഐറ്റങ്ങൾ അസറ്റും ലയബിലിറ്റിയും റെക്കോർഡ് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്ന് അറിയപ്പെടുന്നത്. ഈ ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്കൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ മൂന്ന് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിയുന്നതിനാണ് നമ്മൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലെ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് സാധാരണ നമ്മൾ അറിയപ്പെടുന്നത്. സാധാരണ നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന ഐറ്റങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്ന അതുപോലത്തെ ഐറ്റങ്ങളല്ല നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് പുതിയ ടേംസുകൾ നമ്മൾ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പുതിയ ഐറ്റങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ പുതിയ ഐറ്റങ്ങൾ എന്ന് പറയുന്നത്, പുതിയ ഐറ്റങ്ങൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാൻ പറ്റും. ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാർ തമ്മിൽ കൂടിയോജിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തെയാണ് നമ്മൾ അറിയപ്പെടുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് അറിയപ്പെടുന്നത്. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് റെൻഡറിംഗ് സർവീസ് തന്നെയാണ്. സോ അവരിൽ നിന്ന് കിട്ടുന്ന ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ടുകൾ, അതായത് ഓരോ പീരിയോഡിക്കലി നമുക്ക് അവരിൽ നിന്ന് എമൗണ്ട് കളക്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ബിസിനസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ പീരിയോഡിക്കൽ റിസീപ്റ്റ് കൊണ്ട് മാത്രമേ നമുക്ക് ഈ ബിസിനസ് സ്ഥാപനം റൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന പീരിയോഡിക്കലി കളക്ട് ചെയ്യുന്ന എമൗണ്ടിന് നമ്മളിവിടെ ടെക്നിക്കലി പറഞ്ഞ പേരാണ് സബ്സ്ക്രിപ്ഷൻ എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് നമുക്ക് പറയാം സബ്സ്ക്രിപ്ഷൻ ഈസ് ദ എമൗണ്ട് പീരിയോഡിക്കലി കളക്ടഡ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ് എന്നാണ് നമ്മളിവിടെ അറിയപ്പെടുന്നത്. ഇത് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡൊണേഷൻ. ഡൊണേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ജനറൽ ഡൊണേഷൻ ആൻഡ് സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറയും. ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഒരു മെമ്പേഴ്സ് അവിടെ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് അറിയപ്പെടും സ്പെഷ്യൽ ഡൊണേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ സാധാരണ ഒരു ഡൊണേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മളത് ജനറൽ ഡൊണേഷൻ എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഈ സ്പെഷ്യൽ ഡൊണേഷൻ ജനറൽ ഡൊണേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് ആയിരിക്കും. ദെൻ ജനറൽ ഡൊണേഷൻ ആണെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ഇൻകം സൈഡ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ അതുപോലെ മറ്റൊരു ടേമാണ് ലെഗസി എന്നറിയപ്പെടും. ലെഗസി എന്നറിയപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെമ്പേഴ്സ് നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മെമ്പേഴ്സിന്റെ എല്ലാ ആസ്തികളും ആ വ്യക്തിയുടെ മരണശേഷം ഈ സ്ഥാപനത്തിന് വേണ്ടി എഴുതി തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എമൗണ്ടുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റങ്ങളെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ലെഗസി എന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് അറ്റ് ഹിസ് വിൽ, അവരുടെ താല്പര്യപ്രകാരം മരണശേഷം നമുക്ക് കൈമാറുന്നതിനാണ് ലെഗസി എന്നറിയപ്പെടുന്നത്. ഇതും നമ്മൾ സാധാരണ ഒരു ക്യാപിറ്റൽ നേച്ചറായിട്ട് ട്രീറ്റ് ചെയ്യും, എങ്കിൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാറുണ്ട്. അടുത്തോട്ട് വേറൊരു ടൈം എന്ന് പറയുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ. നമുക്ക് ഓരോ പീരിയോഡിക്കലി സബ്സ്ക്രിപ്ഷൻ തരാൻ പറ്റാത്ത മെമ്പേഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് അവർക്ക് റെഗുലർലി ഇൻകം കിട്ടാത്ത മെമ്പേഴ്സ് ആയിരിക്കും. മുൻകൂട്ടി നമുക്ക് ഒരു എമൗണ്ട് തന്നിരിക്കും. ഈ തന്നിട്ട് അവർക്ക് പറയും ഓരോ വർഷവും നമ്മൾ അതിൽ നിന്ന് ഓരോ നിശ്ചിത എമൗണ്ട് മാറ്റിയെടുക്കുക. ഇതിനുവേണ്ടി മൊത്തത്തിൽ നമുക്ക് ആ സ്ഥാപനത്തിൽ ഈ വ്യക്തി എന്നോളം ഉണ്ട് അതുവരെ ഈ സ്ഥാപനത്തിന്റെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു മെമ്പർഷിപ്പ് ഫീ തരും. ദാറ്റ് ഈസ് ലൈഫ് ലോങ് ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ലൈഫ് മെമ്പർഷിപ്പ് ഫീ എന്നറിയപ്പെടുന്നത്. ദെൻ അതുപോലെ തന്നെ അഡ്മിഷൻ ഫീസ് ഉണ്ടാവും, ദെൻ എൻട്രൻസ് ഫീസ് ഉണ്ടാവും. ദെൻ ഇവിടെ ഇവിടെ വരുന്ന ഐറ്റങ്ങൾ നമ്മൾ രണ്ടായിട്ട് തിരിക്കും. ദാറ്റ് ഈസ് നേച്ചർ ഓഫ് ക്യാപിറ്റൽ ആൻഡ് നേച്ചർ ഓഫ് റവന്യൂ. ദാറ്റ് ഈ റിസീപ്റ്റ് തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, റവന്യൂ റിസീപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ റിസീപ്റ്റ്. ദെൻ അതുപോലെ തന്നെ പേയ്മെന്റുകൾ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ക്യാപിറ്റൽ പേയ്മെന്റ് ആൻഡ്
റവന്യൂ പേയ്മെന്റുകൾ. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഇയറിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ റവന്യൂ റിസീപ്റ്റ് ഓർ റവന്യൂ പേയ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമുക്ക് റവന്യൂ റിസീപ്റ്റ് ആണോ റവന്യൂ പേയ്മെന്റ് ആണോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ റെക്കോർഡ് ചെയ്തത് അവിടുത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ്. ദെൻ ക്യാപിറ്റൽ നേച്ചർ ആണെങ്കിൽ ഇത് ജസ്റ്റ് ലൈക്ക് ഒരു അസറ്റ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും. ഇത് നമ്മൾ നേരെ കൊണ്ട് ബാലൻസ് ഷീറ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഐറ്റങ്ങളെ തരംതിരിച്ചുകൊണ്ട് നമ്മൾ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റവന്യൂ നേച്ചറും ക്യാപിറ്റൽ നേച്ചറും ഉണ്ടാവും. ഇതിൽ നിന്ന് റവന്യൂ നേച്ചറിനെയും ക്യാപിറ്റൽ നേച്ചറിനെയും വേർതിരിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതാത് ബുക്കിൽ റെക്കോർഡ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫൈനൽ അക്കൗണ്ട്സ് ആയ ദാറ്റ് ഈസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫൈനൽ അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.